സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയെടുക്കണമെന്ന് പറഞ്ഞ് മക്കയുടെ മണൽപ്പരപ്പിലൂടെ മുത്തുനബിയുടെ തലയെടുത്തിട്ട് ആ തല മക്കയുടെ മണൽപ്പരപ്പിലെടുത്ത് ചവിട്ടാൻ വേണ്ടിയിട്ട് മക്കയിൽ നിന്ന് രംഗപ്രവേശനം ചെയ്ത ബില്ലാൽ വീരനായ വീരശൂര പരാക്രമിയായിരുന്ന ഖത്താബിന്റെ മകൻ ഉമർ റളിയല്ലാഹു അൻഹു, പിന്നീട് ആ ഉമർ എന്ന് പേര് കേട്ടാൽ റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുമ്പോൾ ആ ഉമർ ഒരു കാലത്ത് മക്കയിൽ ഹബീബായ മുത്തിന്റെ തലയെടുക്കാൻ വേണ്ടി രംഗപ്രവേശനം ചെയ്യുകയാണ്. ആരാണ് ഇവിടെ ഒരു പ്രവാചകൻ വന്നിട്ടുള്ളത്, ആ പ്രവാചകന്റെ തലയെടുത്തുകൊണ്ട് ഞാൻ വരികയാണെന്ന് പറഞ്ഞ് വാളിന് മൂർച്ച കൂട്ടി കുതിരപ്പുറത്ത് കയറുകയാണ് ഖത്താബിന്റെ മകൻ ഉമർ റളിയല്ലാഹു അൻഹു. അന്ന് ഉമർ അല്ലാഹുവിന്റെ റസൂലിനെ വിശ്വസിച്ചിട്ടില്ല. ആ ഉമർ പിന്നീട് കടന്നു വന്നുകൊണ്ട് ഉമർ അങ്ങനെ മുത്തുനബിയുടെ തലയെടുക്കാൻ വേണ്ടി വരികയാണ്. ആ സമയത്ത് പറഞ്ഞു, നീ എങ്ങോട്ടാ പോകുന്നത് എന്ന് നുഅ്മാൻ ചോദിച്ചു. നുഅ്മാൻ ചോദിച്ചു, അല്ല ഉമർ, നീ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? ആ സമയത്ത് ഉമർ പറഞ്ഞു, ഞാൻ മുഹമ്മദിന്റെ തലയെടുക്കാൻ പോകുകയാണ്. ഈ മക്കയിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, ആ പ്രവാചകന്റെ തലയെടുത്തിട്ടേ ഉമർ അടങ്ങൂ എന്ന് പറഞ്ഞ് ഉമർ കുതിരപ്പുറത്ത് പോകുമ്പോൾ നുഅ്മാൻ പറഞ്ഞു, ഉമറേ, നീ മുഹമ്മദിന്റെ തലയെടുക്കുന്നതിന് മുമ്പ് നിന്റെ സ്വന്തം രക്തത്തിലെ നിന്റെ സ്വന്തം പെങ്ങളായ ഫാത്തിമ ആ മുഹമ്മദിന്റെ മതത്തിൽ ചേർന്നിട്ടുണ്ടല്ലോ, ആ ഫാത്തിമ മുസ്ലിമായിട്ടുണ്ടല്ലോ, നീ അത് അറിഞ്ഞില്ലേ ഉമറേ? എന്താ ഉമറേ, നീ മുഹമ്മദിന്റെ തലയെടുക്കാൻ പോകുന്ന നിന്റെ സ്വന്തം പെങ്ങൾ ഫാത്തിമ മുസ്ലിമായിട്ടുണ്ടല്ലോ, അത് നീ അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞു. നേരെ ഉമർ റളിയല്ലാഹു അൻഹു ഈ ഫാത്തിമയുടെ വീട്ടിലേക്ക് കുതിരയുടെ വാഹനം തിരിക്കുകയാണ്. അവിടെ പോയപ്പോൾ വിശുദ്ധമായ ഖുർആന്റെ മധുരരാഗ സ്വരസതയിൽ ഉമർ ഇങ്ങനെ കേട്ട് ആകൃഷ്ടനാവുകയാണ്. അവിടെ പോയപ്പോ സൂറത്ത് ത്വാഹയുടെ ആയത്തുകൾ ഇങ്ങനെ ഓതി ആ ഉമർ അതിങ്ങനെ കേട്ടു. ഉമർ അതിങ്ങനെ കേട്ടപ്പോ പാറ പോലെയുള്ള കൽബിന്റെ ഹൃദയത്തിന്റെ മനുഷ്യരൂപമായ ഉമർ, ഹൃദയം കടുത്തുപോയ ഉമർ, ആ ഉമറിന്റെ കടുത്ത ഹൃദയത്തിലേക്ക് ഖുർആനിന്റെ ആ മാസ്മരിക സൗന്ദര്യങ്ങൾ ഇങ്ങനെ ഉതിർന്നു വീണപ്പോ ആ കട്ടിയുള്ള ഹൃദയം ഇങ്ങനെ അലിയാൻ തുടങ്ങുകയാണ്. നമ്മളൊക്കെ എത്രയോ ഖുർആൻ ഓതുകയാണ്, പക്ഷേ നമുക്കങ്ങനെ മാറ്റങ്ങൾ വരണം, അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കണം. ഖുർആനയോടുള്ള ഭവ്യതയും ബഹുമാനവും ആദരവും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഈ ഉമറിന്റെ മനസ്സിൽ ഇങ്ങനെ അതിങ്ങനെ ആ കഠിനമായ ഹൃദയം ഇങ്ങനെ അലിയുകയാണ്. ഉമർ ചോദിച്ചു, നീ എന്താണ് പാരായണം ചെയ്തത്? ഞാൻ ചരിത്രം വിശാലമായ ചരിത്രമാണ് ചുരുക്കി പറയുന്നത്. ഫാത്തിമ ഭയപ്പെട്ടില്ല, പേടിച്ചില്ല. ഫാത്തിമ പറഞ്ഞു, അത് വിശുദ്ധമായ ഖുർആനാണ്. ഫാത്തിമ പറഞ്ഞപ്പോൾ ഉമർ പറയുകയാണ്, എനിക്കും അതൊന്ന് പാരായണം ചെയ്യണം. ഉമറൊക്കെ പറഞ്ഞു, എനിക്കത് ഓതണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും ഓതാൻ പറ്റൂല ഉമറെ, അതിന് പോയിട്ട് ശരീരശുദ്ധി വരുത്തണം എന്ന് പറഞ്ഞു. മാത്രമല്ല, അതിനാദ്യം പോയിട്ട് മുത്തുനബിയെ കാണണമെന്ന് പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പിന്നെ കുതിരയുടെ വാഹനം അങ്ങോട്ട് തിരിക്കുകയാണ്. അങ്ങനെ സ്വഹാബികളെല്ലാം ഇങ്ങനെ പേടിച്ച് പരിഭ്രമത്തോടുകൂടി നിൽക്കുന്ന സമയത്ത് ഉമർ ഇങ്ങനെ കുതിരയുടെ പുറത്ത് കയറി വരികയാണ്. ആ സമയത്ത് സ്വഹാബികൾ പറഞ്ഞു, നബിയേ, ഉമർ കടന്നു വരികയാണ്, ഉമർ കടന്നു വരികയാണ്. ഊരിപ്പിടിച്ച വാളും കയ്യിലേന്തി ഉമർ വരുന്നത് തലോടാനോ താരാട്ട് പാടാനോ അല്ല, അങ്ങയുടെ തലയെടുക്കാനാണ് ഉമർ വരുന്നത്. അതുകൊണ്ട് രക്ഷപ്പെട്ടോ നബിയേ, ഞങ്ങൾക്ക് പേടിയാകുന്നുണ്ട് നബിയേ, പേടിയാകുന്നുണ്ട് നബിയേ. അങ്ങയുടെ പൂമുഖം ഞങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കണം നബിയേ, അങ്ങയുടെ ഉപദേശം ഞങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കണം റസൂലേ, അങ്ങയുടെ പുഞ്ചിരി ഞങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കണം നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് സഹാബികൾ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കരം പിടിച്ചുകൊണ്ട് ഹംസ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, നബിയേ, പേടിക്കണ്ട നബിയേ, ഉമർ വരുന്നത് നല്ലതിനാണെങ്കിൽ അൽഹംദുലില്ലാഹ്, അതല്ല അങ്ങയുടെ തലയെടുക്കാനാണ് ഉമർ വരുന്നതെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉമറിന്റെ തലയെടുക്കുന്നത് ഈ ഹംസയായിരിക്കും നബിയേ, ഈ ഹംസയായിരിക്കും. ബില്ലാൽ വീരനായ വീരശൂര പരാക്രമിയായ മക്കയെ വിറപ്പിച്ച ഉമർ, ആയിരക്കണക്കിന് ആളുകളോട് ശ്വാസം കൊണ്ട് അടക്കി നിർത്തുന്ന വിരിഞ്ഞ മാരടമുള്ള ഉമറിന്റെ വിരിമാറിലേക്ക് ആദ്യമായിട്ട് വാള കടത്തി ഉമറിനെ കൊലപ്പെടുത്തുന്നത് ഞാനായിരിക്കും നബിയേ, അതുകൊണ്ട് പേടിക്കണ്ട നബിയേ.
സമർത്ഥനാണ്. ഊരിപ്പിടിച്ച വാളുമായിട്ട് വരുമ്പോ ഉമറിനെ വകവരുത്താൻ ഞാനുണ്ടാകും. എന്തൊരു സംരക്ഷണത്തിന്റെ വാക്കാണത്. അല്ലാഹുവിന്റെ റസൂൽ ധൈര്യമായിട്ടിരുന്നു. ആ സമയത്ത് ഉമർ മുത്തുനബിയുടെ ചാരം വന്ന് നിൽക്കുകയാണ്. എല്ലാം മുഴുകി ഒഴുകി ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിൽക്കുകയാണ്. ഹംസ ഇങ്ങനെ ഒരു പിടുത്തം പിടിച്ചു. റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ കൊച്ചാപ്പയാണ്, റസൂലുള്ളാഹിയുടെ കുഞ്ഞിപ്പയാണ്. നബി തങ്ങളെക്കാൾ 2 വയസ്സിന് മാത്രമേ പ്രായവ്യത്യാസമുള്ളൂ, മൂത്തതേ ഉള്ളൂ. ആ ഹംസ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചേർത്ത് അണക്കി പിടിച്ചു. എന്താ ഉമർ അതിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു. ഉമർ കരഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, നബിയെ, എനിക്ക് ആ ഷഹാദത്തിന്റെ മന്ത്രം ഒന്ന് ചൊല്ലിത്തരണം നബിയെ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലിക്കൊടുക്കുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയെന്ന് പറഞ്ഞ് ചൊല്ലിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇങ്ങനെ ഇതൊരു ഉമർ മാത്രമല്ല, ഖാലിദ് മാത്രമല്ല, ആ ഫുലാല മാത്രമല്ല, ഫുലാലയൊക്കെ നബി തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് വരികയായിരുന്നു. ആ സമയത്ത് അവിടുത്തെ ചന്ദ്ര പൂമുഖം കണ്ടുകൊണ്ട് ഫുലാല ഇങ്ങനെ കഅബാലയത്തിന്റെ മുറ്റത്ത് ചാരി നിന്നു. മുത്തുനബി ഇങ്ങനെ തവാഫ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് മുത്തുനബിയെ കണ്ട് വിശ്വസിച്ചു. പിന്നീടുള്ളതാണ് അവരുടെ ജീവിതം. ഇതൊക്കെ കഴിഞ്ഞ് അതുവരെ തെറ്റ് ചെയ്ത ആളുകൾ പിന്നീട് അവരുടെ ജീവിതം എന്തായി? ഫുലാലയെ വേശ്യപ്പെണ്ണ് വിളിച്ച്, ഫുലാല നീ എന്റെ കൂടെ വരുന്നില്ലേ? അപ്പൊ ഫുലാലക്ക് ഉണ്ടായ ഒരു ഈമാൻ ഉണ്ട്. ആ ഈമാനാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നമുക്ക് എല്ലാം ഉണ്ട്, പക്ഷെ എന്തോ എവിടെയോ നമ്മളെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് പോലെ. അതുകൊണ്ട് ഏത് പ്രകോപനത്തിലും ഏത് വലിയ പ്രതികൂല സാഹചര്യത്തിലും നമ്മുടെ ഈമാൻ, നമ്മളിങ്ങനെ മൊബൈൽ തുറന്നാൽ നമുക്ക് വേണ്ടതും വേണ്ടാത്തതും ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ കാണാൻ നമുക്ക് സൗകര്യമുണ്ട്. പക്ഷെ കണ്ണിനെ മാറ്റി നിർത്തുക, കണ്ണിനെ നിയന്ത്രിക്കുക, അതാണ് ഈമാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ, ഒരുപാട് ആളുകൾ, അന്നത്തെ മക്കയിലെ ആളുകൾ കള്ളു കുടിച്ചിരുന്ന ആളുകൾ, കള്ളിന്റെ കച്ചവടം നടത്തിയിരുന്നവരായിരുന്നു. പക്ഷേ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജസുൻ മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന ആയത്തിറങ്ങിയപ്പോ കള്ളിന്റെ കച്ചവടം നടത്തിയിരുന്ന സഹാബികളെല്ലാം അതെല്ലാം ഒഴിവാക്കുകയാണ്. ചിലർ കല്ല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആയത്ത് കേട്ടത്. അവർ ഛർദിച്ചു തുപ്പുകയാണ്. ചിലർ കുപ്പിയെല്ലാം വലിച്ചെറിയുകയാണ്. ചരിത്രം പറയുകയാണ്, മദീനയിലൂടെ കള്ളിന്റെ പുഴ ഒഴുകുമാറ് അത്രയും കല്ലുകൾ ആളുകൾ ഒഴിവാക്കി. സഹാബികൾ ഖുർആനിന്റെ ഒരു വചനം കേട്ടപ്പോ, വിശുദ്ധമായ ഖുർആന്റെ കൽപ്പന, അല്ലാഹുവിന്റെ കൽപ്പന കേട്ടപ്പോൾ അതെല്ലാം ഒഴിവാക്കിയവരാണ് അസ്ഹാബ് മുഹമ്മദ്. അസ്ഹാബ് മുഹമ്മദിന്റെ അവരുടെ ഈമാൻ പിൻഗാമികളായ നമുക്കുണ്ടാവണം. ഇത് ഇന്നുണ്ട് ഒരുപാട് ആളുകൾ, അറിയപ്പെട്ട എത്രയോ ആളുകൾ, അവരൊക്കെ അനാചാരത്തിലും അനാശാസ്യത്തിലുമായി ജീവിച്ചവരാണ്. പക്ഷെ അവരതെല്ലാം ഒഴിവാക്കി 1990-കളിൽ പോപ്പ് സംഗീതം കൊണ്ട് പാകിസ്ഥാന്റെ നിശാപുരങ്ങളിൽ പാട്ടുപാടി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ മനം കവർന്ന ജുനൈദ് ജംഷീദ്, അവർ വലിയ പാട്ടുകാരനായിരുന്നു, പോപ്പ് സംഗീതജ്ഞനായിരുന്നു. പക്ഷേ അതെല്ലാം ഒഴിവാക്കി ഒരിക്കൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. പിന്നീട് ജുനൈദ് ജംഷീദിന്റെ നാവിൽ വന്നത് ഹബീബിന്റെ ബുർദയാണ്, മൗലിദാണ്. അവർ പിന്നെ മദീനയിൽ പോയി മൗലായ സല്ലി വ സല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇതൊക്കെ അങ്ങനെ ചൊല്ലാൻ തുടങ്ങി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് റമദാനിൽ നമ്മളിൽ മാറ്റം ഉണ്ടാകണം. നമ്മൾ എന്തായിരുന്നു എന്നതല്ല. ചില ആളുകൾക്ക് ഉണ്ടാവും, അല്ല ഈ എന്തായിരുന്നു എന്ന് പറയും. അതല്ല, ഒരു സമയം വന്ന് അള്ളാഹുവിലേക്ക് മടങ്ങി പിന്നെ പുതിയൊരു ജീവിതമാണ്. പിന്നെ ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ ആകുമാറ് നമ്മുടെ എല്ലാ തെറ്റുദോഷങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കട്ടെ. ഈ റമദാന്റെ ബർക്കത്ത് കൊണ്ട്, ഇവിടെ ഒരുമിച്ച് കൂടിയതിന്റെ ബർക്കത്ത് കൊണ്ട്, ഇത്തികാഫിന്റെ നിയ്യത്തോടെ അള്ളാഹുവിന്റെ മസ്ജിദിൽ ഇരുന്നതിന്റെ പൂരിശ കൊണ്ട് റബ്ബ് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ. മേലാൽ തെറ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കട്ടെ. അള്ളാഹു നമ്മളെ സംരക്ഷിക്കട്ടെ. വിദേശ രാജ്യങ്ങളിലുള്ള നമ്മുടെ സഹോദരങ്ങൾ അള്ളാഹു അവരൊക്കെ സംരക്ഷിക്കട്ടെ. നാട്ടിൽ, ലോകത്ത് സമാധാന അന്തരീക്ഷം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നബിയിൽ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച രാവാണ്. ഒരുപാട് സ്വലാത്ത് മുത്ത് റസൂലിന്റെ പേരിൽ അധികരിപ്പിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.